എല്ലാവർക്കും നമസ്കാരം. ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രാധേ രാധേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 2 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ദശകം 3 ശ്ലോകം 3 നമുക്ക് അർത്ഥവും അന്വയവും ഒക്കെ മനസ്സിലാക്കി പദങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് അത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിച്ചാൽ, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ അനായാസം നാരായണീയ പാരായണം എന്ന ആഗ്രഹം സബലീകരിക്കാൻ സാധിക്കും. നമുക്ക് ധനിയം ദശകം 3 ശ്ലോകം 3 ഒന്ന് ചൊല്ലാൻ ശ്രമിക്കും. കൃപാദേ ജാതാ ചേത് കിമിവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി ന കേ ലോകേസ്മിന്നനിശമയി ശോകാവിരഹിതാ ഭവദ്ഭക്താ സുഖഗതിമസക്താ വിദധതേ. കൃപാദേ ജാതാ ചേത് കിമിവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. ഇതിൻ്റെ അന്വയവും അർത്ഥവും ഒക്കെ ഒന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയാണ് വരികളൊക്കെ, ഓരോ വരിയുടെ അർത്ഥം വിശദമായിട്ട് നോക്കാം. കൃപാദേ ജാതാ ചേൻ കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി കേ ലോകേ അസ്മിൻ അനിശം അയി. ലോകേസ്മിൻ അനിശം അയി എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അസ്മിൻ അനിശം ഐ ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്താഹ സുഖഗതിം അസക്താഹ വിദധതേ. തേ കൃപാ ജാതാ ചേത്. ഭഗവാനെ അങ്ങയുടെ ദയ അല്ലെങ്കിൽ അങ്ങയുടെ കൃപ ഉണ്ടായി എങ്കിൽ തനുഭൃതാം ദേഹികൾക്ക് ശരീരികൾക്ക് കിം ഇവ നഹി. കിമിവ നഹി എന്നുള്ളത് കിം ഇവ എന്നുള്ളത് കിം ഇവ അത് കൂടിച്ചേരുമ്പോൾ, ആ പദങ്ങൾ കൂടിച്ചേരുമ്പോൾ കിമിവ നഹി ലഭ്യം എന്താണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത്. അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ, അല്ലെ ഗുരുവായൂരപ്പ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ എന്താണ് ലഭിക്കുവാൻ പ്രയാസമായിട്ടുള്ളത്. അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ തനുഭൃതാം ദേഹികൾക്ക് ഗുരുവായൂരപ്പന്റെ കൃപയുണ്ടെങ്കിൽ തേ കൃപ ജാതാ ചേത് ഭഗവാനെ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ, അങ്ങയുടെ കരുണയുണ്ടെങ്കിൽ തനുഭൃതാം ദേഹികൾക്ക് ഈ ശരീരികൾക്ക് കിം ഇവ നഹി ലഭ്യം എന്താണ് ലഭിക്കുവാൻ സാധിക്കാത്തത്, എന്താണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത്. അതായത് ഗുരുവായൂരപ്പന്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം തനിയെ ഉണ്ടായിക്കൊള്ളുന്നു. ഗുരുവായൂരപ്പന്റെ കാരുണ്യമുണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല എന്നർത്ഥം. തേ കൃപ ജാതാ ചേത് അതായത് ഭഗവാനെ അങ്ങയുടെ കൃപ, അങ്ങയുടെ ദയ, കാരുണ്യം ഉണ്ടായി എങ്കിൽ തനുഭൃതാം ഈ ദേഹികൾക്ക് കിം ഇവ നഹി ലഭ്യം എന്താണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത്. അതായത് ഗുരുവായൂരപ്പന്റെ കാരുണ്യം, കൃപ, ദയ ഉണ്ടെങ്കിൽ അസാധ്യമായതൊന്നും ഇല്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഗുരുവായൂരപ്പന്റെ കൃപയുണ്ടെങ്കിൽ എന്തും ലഭിക്കുമെന്ന് സാരം. മദീയ ക്ലേശൗഘ പ്രശമനദശ അങ്ങനെയുള്ള ആ ഭഗവാന് എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് നാമകിയതി എത്ര നിസാരമാണ്. മദീയ ക്ലേശൗഘ പ്രശമനദശ അങ്ങനെയുള്ള ആ ഭഗവാന് എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് നാമകിയതി എത്ര നിസാരമാണ് ഭഗവാനെ. ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ കൃപയുണ്ടെങ്കിൽ അസാധ്യമായതൊന്നും തന്നെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ 3ാമത്തെ ശ്ലോകത്തിൽ. ഐ അസ്മിൻ ലോകേ അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ. ഐ അസ്മിൻ ലോകേ അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ. ആ വരിയുടെ അർത്ഥം അങ്ങനെയാണ്. കേ ഭവദ്ഭക്താഹ ഭവദ്ഭക്താഹ
നിന്തിരുവടിയുടെ കേ കേ ഏതേത് ഭക്തന്മാർ, കേ കേ ഭവത് ഭക്താഹ ഏതേത് ഭക്തന്മാർ, നിന്തിരുവടിയുടെ ഏതേത്, കേ കേ ഏതേത് ഭവത് ഭക്താഹ നിന്തിരുവടിയുടെ ഏതേത് ഭക്തന്മാർ, അനിശം അയി അനിശമയി അനിശം അയി ശോകാഭിരഹിതാഹ എല്ലാ സമയവും ദുഃഖമൊന്നുമില്ലാതെ, മുക്താഹ ഒരു ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിച്ച്, അസക്താഹ ഒന്നിനും ആസക്തിയില്ലാതെ. ഇവിടെ വൈരാഗ്യം അല്ലെങ്കിൽ വൈരാഗ്യമുള്ളത്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ പറയുന്നത് ദേഷ്യം, ഇവിടെ അതല്ല അർത്ഥം. നമ്മുടെ പുരാണത്തിലൊക്കെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരാസക്തിയില്ല, അതാണ് അസക്താഹ. മുക്തി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരാസക്തിയും ഉണ്ടാകത്തില്ല, എന്താ പറയുന്നത്. മുക്താഹ എല്ലാ സമയവും ദുഃഖമൊന്നുമില്ലാതെ, അനിശം ഐ ശോകാഭിരഹിതാഹ എല്ലാ സമയവും ദുഃഖമൊന്നുമില്ലാതെ, മുക്താഹ മുക്തി കിട്ടുന്നു. മുക്തി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ഈ ഭൂമിയിലെ യാതൊന്നിനോടും ഒരാസക്തിയും ഇല്ലാതെ, വൈരാഗ്യ മനോഭാവം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം ഇങ്ങനെയൊക്കെ പറയും. ഇവിടെ അതല്ല, ആസക്തി ഇല്ലാത്തത്, ഒന്നിനോടും ആസക്തി ഇല്ലാത്തത്. സുഖഗതിം ന വിദധേ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വൈരസഞ്ചാരം ചെയ്യാൻ ആർക്കാണ് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയുക? അതായത് സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കൃപ ഉണ്ടെങ്കിൽ ദേഹികൾക്ക് ശരീരികൾക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല, ശരീരികൾക്ക് അസാധ്യമായത് ഒന്നും തന്നെയില്ല. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ദേഹികൾക്ക് അസാധ്യമായത് ഒന്നും തന്നെയില്ല. എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർക്കുക എന്നത് ഭഗവാൻ എത്രയോ നിസ്സാരമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെടുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ, ഈ ലോകത്തിൽ അവിടുത്തെ എത്രയെത്ര ഭക്തന്മാർ സദാ ദുഃഖരഹിതരായി ജീവൻ മുക്തരായി ഒന്നിനും ആസക്തിയില്ലാതെ ത്തവരായി സ്വൈരസഞ്ചാരം ചെയ്യുന്നുവല്ലോ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി കേ കേ ലോകേ അസ്മിൻ അനിശം ഐ ശോകാഭിരഹിത. ലോകേസ്മിൻ അനിശമയി, അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലോകേ അസ്മിൻ അനിശം ഐ ഭവക്ഭക്ത മുക്താഹ സുഖഗതിം അസക്താഹ. ഭവത്ഭക്ത മുക്താഹ സുഖഗതിം അസക്ത എന്നുള്ള സുഖഗതിം അസക്താഹ വിദതധേ തേ കൃപാ ജാതാചേ ഭഗവാനെ അങ്ങയുടെ ദയ കൃപ ഉണ്ടായി എങ്കിൽ തനുഭൃതാം ദേഹികൾക്ക് ഈ ശരീരികൾക്ക് കിം ഇവ നഹിം ലഭ്യം, കിം ഇവ നഹി ലഭ്യം എന്താണ് ലഭിക്കുവാൻ കഴിയാത്തത്, എന്താണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത്? അതായത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടെങ്കിൽ എന്ത് ലഭിക്കുമെന്ന് സാരം. മദീയ ക്ലേശൗഘ പ്രശമനദശ, അങ്ങനെയുള്ള ആ ഭഗവാന് എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് നാമകീയതി എത്ര നിസ്സാരമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടെങ്കിൽ ദയുണ്ടെങ്കിൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ 3-ാം ദശകത്തിലെ 3-ാം ശ്ലോകം. ഐ അസ്മിൻ ലോകെ അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ, ഈ അസ്മിൻ ലോകെ അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ, കേ കേ ഭവത് ഭക്താഹ നിന്തിരുവടിയുടെ ഏതേത് കേ കേ ഏതേത് ഭക്തന്മാർ, അനിശം ഐ ശോകാഭിരഹിതാഹ അനിശം ഐ അനിശമയി അനിശം ഐ ശോകാഭിരഹിതാഹ എല്ലാ സമയവും ദുഃഖമൊന്നുമില്ലാതെ, മുക്താഹ ഒരു ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിച്ച് ആസക്തരായിത്തീരുന്നു. ആസക്തരാകുക എന്ന് പറഞ്ഞാൽ വൈരാഗ്യ ബുദ്ധിയുള്ളവരായി. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യമല്ല, കോപവും ദേഷ്യമൊന്നും അല്ല. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ വൈരാഗ്യം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ദേഷ്യം കോപം എന്നൊക്കെയാണ്. വൈരാഗ്യ ഉള്ളവരായി എന്ന് പറഞ്ഞാൽ ഒന്നിനോട് സുഖഗതി അസക്താഹ മുക്താഹ ഒരു ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിച്ച് അസക്താഹ ഒന്നിനും ആസക്തി ഇല്ലാത്തവരായി
സുഖഗതിം ന വിദധേ പറഞ്ഞ സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അങ്ങയുടെ കാരുണ്യമുള്ളവർക്ക് ഒന്നും എല്ലാ സമയവും ദുഃഖമില്ലാതെ മുക്താഹ ഒരു ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിച്ച് അസക്താഹ ഒന്നിനും ആസക്തിയില്ലാത്തവരായി സഞ്ചാരം ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കൃപയുണ്ടെങ്കിൽ ദേഹികൾക്ക് ശരീരികൾക്ക് സാധിക്കാത്തതായി, അതായത് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർക്കുക എന്നത് ഭഗവാൻ എത്രയോ നിസ്സാരമാണ്. അല്ലയോ ഗുരുവായൂരപ്പ, ഈ ലോകത്തിൽ അവിടുത്തെ എത്രയെത്ര ഭക്തന്മാർ സദാ ദുഃഖരഹിതരായി ജീവൻ മുക്തരായി ഒന്നിലും ആസക്തിയില്ലാത്തവരായി സ്വൈരസഞ്ചാരം ചെയ്യുന്നുവല്ലോ. കൃപാജാതാചേൻ ഭഗവാനെ അങ്ങയുടെ ദയ അങ്ങയുടെ കൃപ ഉണ്ടായിയെങ്കിൽ തനുഭൃതാം ദേഹികൾക്ക് ശരീരികൾക്ക് കിം ഇവനഹി ലഭ്യം എന്താണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത്? ഗുരുവായൂരപ്പന്റെ കൃപയുണ്ടെങ്കിൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. എല്ലാം എന്തും ലഭിക്കുമെന്നർത്ഥം. മതീയ ക്ലേശവുക പ്രശമന ദശ, അങ്ങനെയുള്ള ആ ഭഗവാന് എൻ്റെ ക്ലേശങ്ങൾ തീർക്കുന്നത് എത്രയോ നിസ്സാരമാണ്. അതായത് നാമകീയതി എത്ര നിസ്സാരമാണ് ഭഗവാന്. ഗുരുവായൂരപ്പൻ്റെ കൃപ ഉണ്ടെങ്കിൽ അസാധ്യമായതൊന്നും തന്നെ ഇല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഐ അസ്മിൻ ലോകെ, അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ. ഐ അസ്മിൻ ലോകെ അതിൻ്റെ അർത്ഥം എന്താ? അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ. കേ കേ ഭവത് ഭക്താഹ, തിരുവഴിയുടെ ഏതേത് ഭക്തന്മാർ. അനിശം ഐ ശോകാഭിരഹിതാഹ, അനിശം ഐ ശോകാഭിരഹിതാഹ എല്ലാ സമയവും ദുഃഖമൊന്നുമില്ലാതെ, മുക്താഹ ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിച്ച്, അസക്താഹ ആസക്തി ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അസക്താഹ ഒന്നിനും ആസക്തി ഇല്ലാത്തവരായി, സുഖഗതിം ന വിദതേ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ മുക്തി നേടിയവർ സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ട് ഭഗവാന്റെ കൃപ കൊണ്ടെന്നുള്ള അർത്ഥമാണ്. ഭഗവാനെ അങ്ങയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ശരീരികൾക്ക് എന്തു തന്നെ നേടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായിട്ട് പറഞ്ഞേക്കും. എല്ലാം നേടാൻ കഴിയും എന്നർത്ഥം. എൻ്റെ ക്ലേശഭാരങ്ങൾ ശമിപ്പിക്കുക എന്ന സ്ഥിതി വളരെ ലഘുവായതാണ്. ഭഗവാന് വളരെ നിസാരമാണ്. ഹേ ഭഗവാനെ, ഈ ലോകസുഖങ്ങളിൽ അനാസക്തരായ അങ്ങയുടെ എത്രയോ ഭക്തന്മാർ ശോകവ്യതകൾ കൂടാതെ മോക്ഷം നേടി പരമസുഖത്തെ പ്രാപിച്ചിരിക്കുന്നു ാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥവും അന്വയമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ശ്ലോകം ചൊല്ലി നോക്കാം. കൃപാദേ ജാതാചേത് കിമിവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമകിയതി ന കേകേ ലോകേസ്മിൻ അനിശമൈ ശോകാവിരഹിത ഭവദ്ഭക്താ മുക്ത സുഖഗതിമസക്ത വിദധേ. വിവാദേ ജാതാചേത് കിമിവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമകിയതി ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാവിരഹിത ഭവദ്ഭക്താ മുക്ത സുഖഗതിമസക്ത വിദധേ. ഉപാദേ ജാതാചേത് കിമിവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമകിയതി ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്ത സുഖഗതിമസക്ത വിദധേ. നാരായണീയ പാരായണം ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ആത്മപ്രകാശത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.